ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷൻ മാത്രം വിശ്വസിക്കുന്നു. ഗൂഢാലോചനയൊന്നും എനിക്ക് പറയാനില്ല ചേട്ടാ. എനിക്ക് അങ്ങനെയൊന്നും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി. എല്ലാവർക്കും നമസ്കാരം. ചിരിക്ക് എന്ത് വേടേ ഇങ്ങനത്തെ ന്യൂസുകൾ കണ്ട പിന്നെ ചിരിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, അമ്മ സംഘടന പിരിച്ചു വിട്ട് ഇനി ആരുമില്ലടാ. നമ്മുടെ ലക്ഷ്മി പ്രിയ ചേച്ചി പോയേ, ശേതാമേനോൻ ചേച്ചിയും പോയേ. അയ്യോ, താൽക്കാലികമായിട്ട് നമ്മുടെ പിഷാരടിയൊക്കെ പിടിച്ചിരുത്തിയിട്ടില്ല പോയേ. മോഹൻലാലൊക്കെ അടക്കം, നമ്മുടെ ലാലേട്ടൻ അടക്കമുള്ള സംഘടനയിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഇട്ടിരുന്നപ്പോ എന്താ നകളിപ്പ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം അമ്മച്ചിയുടെ മാവുങ്കല. അതും പോരാഞ്ഞിട്ട് എല്ലാം പാവം പോലെ പേടിച്ച് ഒരു ധൈര്യവുമില്ലാണ്ട് നിങ്ങളെ മുന്നിലേക്ക് സത്യം മാത്രം തുപ്പുന്ന എനിക്കെതിരെ കേസ് കൊടുത്ത് ജയിലാക്കാൻ നോക്കിയ ലക്ഷ്മി പ്രിയ വാഴ്ക്കൈ പോകുതേ മൂഞ്ചിയേ മൂഞ്ചി പോകുതേ. കരയില്ലേ ചേച്ചി, കരയില്ലേ? നമ്മൾ എത്ര മൂഞ്ചിയാലും വീണ്ടും മൂഞ്ചിക്കൊണ്ടേയിരിക്കുക. ഒരു പാവം പ്രൊഡ്യൂസറിനെ പറ്റിച്ച് 20 ലക്ഷം അതിന്റെ ശാപമാണെന്നങ്ങ് കൂട്ടിക്കോ. അത് ഇരിക്കട്ടെ. ഇനി ശാപമാണെന്ന് പറഞ്ഞാൽ അത് എഴുതള്ളല്ലേ, ബാക്കി നമുക്കത് വഴിയാ വരാം. പിന്നെ ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാത്ത കഥ പറഞ്ഞല്ലേ. സങ്കടമുണ്ട്. കരക്കമ്പിയിൽ ആരൊക്കെയോ പറഞ്ഞത്, ഞാൻ എന്തൊക്കെയോ പറഞ്ഞത്. ചേച്ചി എന്നാൽ എന്നെ തരം താഴ്ത്തി എനിക്കെതിരെ കേസൊക്കെ കൊടുത്ത് പാവപ്പെട്ടവനെ പറ്റിയിട്ട് എൻ്റെ ചേച്ചിയൊക്കെ വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ ഗുണ്ട നേതാക്കളൊക്കെ, ഗുണ്ടല്ല നിങ്ങളെ ഫാൻസൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ്. നമ്മളൊക്കെ പാവം അല്ലറ ചില്ലറ അന്നുള്ള കഞ്ഞിക്ക് വകയില്ലാത്ത ടീംസ് ആണെന്ന് ചേച്ചിയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്ന അടിയൻ ആണെന്ന് വിചാരിച്ചുകൂടായിരുന്നു. എന്തിനാണ് പാവപ്പെട്ട എനിക്കെതിരെ കേസ് കൊടുത്തത്? അപ്പോൾ ശരി. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പം നമ്മുടെ ലക്ഷ്മിപ്രിയ ചേച്ചി അടക്കം ഉള്ള അമ്മ എന്ന് പറയുന്ന സംഘടന മൂഞ്ചി. അൻസിബ, ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന ഹാഷ്ടാഗ് ഞാൻ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചപ്പം ലക്ഷ്മിപ്രിയ ചേച്ചിക്ക് പൊള്ളി. കാരണം അവരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എല്ലാവരും ജനങ്ങൾ ഒന്നടങ്കം അൻസിബയെ സപ്പോർട്ട് ചെയ്തപ്പം പൊട്ടാൻ്റെനൊക്കെ നല്ല ഒന്നാം തരം രീതിയിൽ കുരുപൊട്ടി. എങ്ങനെ കുരുപൊട്ടി? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സത്യം, ന്യായം, നീതി കുറച്ച് താമസിച്ചാലും വിജയം കൊണ്ടുവരും. അൻസിബയെ കുറ്റം പറഞ്ഞവരും അൻസിബയെ ഈ കള്ള കേസ് കൊടുത്ത് സ്റ്റേഷനിൽ വരുത്തിച്ച ഓരോന്നും അടക്കം എണ്ണി പറയേണ്ട ദിനങ്ങൾ അതിക്രമിച്ചില്ല. അടുത്ത് തന്നെ ഇപ്പൊ എത്തും. അപ്പൊ നമുക്ക് ആദ്യം ലക്ഷ്മിപ്രിയ ചേച്ചി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഈ പാവം അതുലേട്ടനെ പറ്റിയിട്ട് ഇട്ടിട്ടുള്ള ആ ഒരു പോസ്റ്റ് കാണാം. ഓക്കെ, ഇതാണ് സംഭവം. ലക്ഷ്മിപ്രിയ വേറെ സുജീർ കല്ലമ്പലം എന്ന് പറയുന്ന ഒരാൾ ഷെയർ ചെയ്ത പോസ്റ്റ് എടുത്തിട്ട് റീഷെയർ ചെയ്തും കൊണ്ട് ഒരു എസ് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പോസ്റ്റിലുള്ളത് മദ്യപിച്ച് ലക്കക്കെട്ട് ലക്ഷ്മിപ്രിയ ഗുണ്ടായുസവും പിടിപാട്. ആരാടാ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ആരൊക്കെയോ എവിടെയോ പറഞ്ഞ് കരക്കമ്പിയിൽ കേട്ടത്. അതേപോലെ ഞാനും കരക്കമ്പി കേട്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഇതൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത് എന്തായാലും ഇതിൽ എഴുതി പടപ്പിച്ച് വെച്ചിരുന്ന ഞാനൊന്ന് വായിക്കാം. എന്നെക്കുറിച്ച് എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് കണ്ടതുപോലെ എനിക്ക് കള്ളൊഴിച്ച് തന്നതുപോലെ പോസ്റ്റ് ഇടുമ്പോൾ ഞാനും ഒരു പരസ്യം കൊടുക്കണമല്ലോ. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്കും രേഖപ്പെടുത്താം. ഞാനല്ല, ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. എനിക്ക് നിങ്ങൾ കാണുന്ന അഹങ്കാരം അത് അഹങ്കാരമല്ല, എൻ്റെ ആത്മവിശ്വാസമാണ്. അത് എന്നെ ഇപ്പം മൂഞ്ച് ചെയ്തു. എൻ്റെ പിന്നിലല്ല ആളുള്ളത്. ഇത് മറ്റേ ബാംഗ്ലൂർ ഡേയ്സിലെ ഡയലോഗില്ലേ, എനിക്ക് നിന്റെ പിന്നാലെ നടക്കാനല്ല, എനിക്ക് നിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം. നല്ലതാ, നടന്നോ, ഇനി നടന്നു പോകുന്നതായിരിക്കും നല്ലത്. ഈശ്വരനാണ് മുന്നേ നടന്ന് എന്നെ നയിക്കുന്ന ശക്തി. പിന്നെ ഈശ്വരനിപ്പോ ഇതല്ലേ പണി. കണ്ട പാവം പ്രൊഡ്യൂസർമാരെ മുഞ്ചിച്ചിരിക്കുന്ന ആൾക്കാരെ നയിച്ചു കൊണ്ടുപോകുക അല്ലേ ഈശ്വരന്റെ പണി. എൻ്റെ പൊന്നി വെച്ച് തള്ള നെഞ്ചു പോ. പിന്നെ നെറികേടുകൾ പറഞ്ഞ് അരി വാങ്ങുന്ന പരമന്മാരോട് ആരോന്തോ വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. അതെന്താ വളച്ചാൽ പിന്നെ ഒടിക്കണ്ടേ ചേച്ചി? നാളെ വൈകുന്നേരം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വിട്ടില്ലേ ഇതുവരെ? ഞാൻ പിന്നെ കണ്ടില്ല സ്റ്റേറ്റ്മെന്റ് ഒക്കെ. വെയിറ്റ് ചെയ്ത് ഇരുന്നിരുന്ന് കാല് തഴമ്പിച്ച്. എന്താണ് എന്നോട് ഈ വൈരാഗ്യത്തിന് കാരണമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലക്ഷ്മിപ്രിയ എന്ന ഞാൻ കൊടുക്കുന്ന മൊഴിയാണ്. ഇതേ മൊഴി തൃക്കാക്കര ACP മനോജ് സാറിനും കൊടുത്തിട്ടുണ്ട്. പൊതുജന താല്പര്യാർത്ഥം ലക്ഷ്മിപ്രിയ എന്ന ഞാൻ നാളെ അതങ്ങ് പുറത്തുവിടും. ഓക്കെ ചേച്ചി, 3 ദിവസം ബാക്ക് ഇട്ട പോസ്റ്റ് അല്ലേ ഇതൊക്കെ? ഇതുവരെ പുറത്ത് വിട്ടില്ല. ഇനി എന്താ വിടണം? എൻ്റെ അടിയന്തരത്തിനെങ്കിലും വിടുവോ എന്തായാലും ദൈവത്തിനറിയാം. നാളിതുവരെ കള്ളം പറഞ്ഞ് ജീവിച്ചിട്ടില്ല. പിന്നെ എല്ലാ സത്യസന്ധം. ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. അയ്യോ പൊന്നെ, അറിഞ്ഞോ അറിയാതെ ഒരാളുടെ നാശത്തിന് കാരണമായിട്ടില്ല. അറിഞ്ഞും അറിയാതെയും ആയിട്ടില്ലല്ലോ. വാവ്. പക്ഷെ അപ്രതീതമായ സത്യങ്ങൾ മൂടിവെച്ച്
ഇവനേക്കാളേറെ മറ്റുള്ളവരെ സ്നേഹിച്ചും ഒരുപാട് പണി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇനി അതിന് മനസ്സില്ല. സത്യമേവ ജയതേ ധർമ്മമേവ ജയതേ. ഇത് പറയാനുള്ള യോഗ്യത ചേച്ചിക്കുണ്ടോ എന്ന് തന്നെ നമുക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചി ഒരു കില്ലാടി തന്നെ. ഞാൻ ആരായിട്ടാ? ഞാൻ പോലും അറിയാതെ ഞാൻ ആരും ആയിട്ടാ. എൻ്റെ ഫോട്ടോയൊക്കെ ലക്ഷ്മിപ്രിയ എടുത്ത് ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സംഭവം തന്നെ. അതും ഞാൻ മറ്റേ കറങ്ങണ കസേര ഇരിക്കുകയാണ്. ഞാനൊരു സംഭവം തന്നെ. എന്നെ കണ്ട് എനിക്ക് തന്നെ മതിപ്പ് കയറി. ഇത് മറ്റേ അതിരടിയിൽ ബേസിൽ അവനൊക്കെ ഭയങ്കര മതിപ്പാണ്. അതുപോലെ തന്നെ എനിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര മതിപ്പാണ്. ഇപ്പം ഇരിക്കുന്നുണ്ടാ ഇരിപ്പ് ആരെങ്കിലും. ഞാനൊരു സംഭവം തന്നെ. മദ്യവെച്ച് ലക്ക് കെട്ടി ലക്ഷ്മിപ്രിയ ഗുണ്ടായുസവും പിടിപാടും. അൻസിബയുമായുള്ള പോരിനിടയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ ഗുരുതര ആരോപണവുമായി യൂട്യൂബർ അതുൽ വ്ലോഗ്സ് എന്ന് വേടാ പേരൊക്കെ വിട. അപ്പൊ താളറിയിട്ടാ സെലിബ്രിറ്റികളൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ അല്ലെങ്കിൽ പോസ്റ്റ് ഒക്കെ ഇടുമ്പോ പേര് വെക്കൂടേ. നമ്മളെന്തേ മലിഞ്ഞു കിടക്കണേ? എന്തോ ചേട്ടോ പറഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല. ലക്ഷ്മിപ്രിയ ജൂൺ 10 ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. അൻസിബ വിചാരിച്ചാൽ ലക്ഷ്മിപ്രിയ തകർന്ന മൂലം ഇപ്പം സംഘടനയിലെ പോലും ഇല്ല. തകർന്നെന്ന് മൂലം സംഘടനയിലെ പോലും ഇല്ല. ആ ലെവലിൽ വളർന്നു, വളരെയധികം വളർന്നു പോയി ലക്ഷ്മിപ്രിയ. താങ്കൾ വിചലിപ്പിച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ഒരരുവേന്ന് കാര്യങ്ങളോട്ട് കിടക്കാം. ലക്ഷ്മിപ്രിയ പണഞ്ഞാട്ടെ. എന്താ സംഘടന പുറത്തായപ്പോൾ തനിക്ക് പറയാനുള്ളത്? നോമൊന്ന് കേൾക്കട്ടെ. ഇതൊക്കെ കേട്ട് വിചലിപ്പിച്ച് ഞാൻ മിക്കവാറും പോകും. എന്തായാലും ചേച്ചി തുടങ്ങി. എങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നേ നടന്നു പോകണം, അല്ലെ കാറിൽ കയറി പോകണം, അല്ലെ ബസ്സിൽ കയറി പോകണം. ചേച്ചി കരയരുത്. എത്രയൊക്കെ ശക്തികൾ ആഞ്ഞടിച്ചാലും ചേച്ചി കരയരുത്. ഒന്നുമില്ലെങ്കിൽ ബുൾബോസ് അല്ലല്ലോ, ബിഗ് ബോസിൽ ബുള്ളറ്റിലിരുന്ന് എവിക്റ്റായി പോയ ആകെ ചേച്ചിയാണ്. ഇനി ചരിത്രത്തിൽ തന്നെ ഒരു ബുള്ളറ്റ് എവിക്ഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ എവിക്ഷനിൽ എവിക്റ്റ് ആവാൻ സാധിച്ച ചേച്ചിയെ പോലത്തെ ഒരു വിചലിമ്പിച്ച ചേച്ചിയെ ഞാൻ ഇനി എവിടെ കാണാനാ? ചേച്ചി എന്റെ ഇൻസ്പിറേഷനാണ്. കോപ്പാണ്. കോടതിയും നിയമവും സത്യവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പ്രാഥമിക അംഗത്തൊരു രാജിവെച്ചു. അച്ചോടാ, എന്തിനാ മുത്തേ നീ രാജിവെച്ച ചേച്ചിയെ? ഞാനിനി എന്ത് ചെയ്യും? ചേച്ചി രാജിവെച്ചു. പണം ഞാൻ അങ്ങനെ പറയുന്നില്ല. ഒരു സൈഡ് പറയുന്ന നറേഷൻ മാത്രം വിശ്വസിക്കുന്നു. ആരാടാ ഒരു സൈഡ് പറഞ്ഞ നറേഷൻ മാത്രം വിശ്വസിച്ചു? ചേച്ചി കരയരുത്. ഈ സാഹചര്യത്തിൽ നമ്മൾ കരയാൻ പാടില്ല. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്ന നാട്ടുകാർ പറയും നമുക്കെന്തിനാ ചീത്തപ്പേര്. അതൊന്നും പാടില്ല. ഈ കട്ടയ്ക്ക് ധൈര്യമായിട്ടില്ല. ഞാൻ ഉണ്ട്. ഗൂഢാലോചനയൊന്നും എനിക്ക് പറയാനില്ല ഏട്ടാ. എനിക്ക് അങ്ങനൊന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ കാണാത്ത കാര്യം പറയാൻ ഇഷ്ടം. ഇങ്ങനല്ലല്ലോ നീ നേരത്തെ ആ പോസ്റ്റിൽ എഴുതി വെച്ചിരുന്നത്. ഞാൻ ഏതോ ഗൂഢാലോചനയുടെ പിൻബന്ധമുള്ള രീതിയിലല്ലേ പോസ്റ്റിൽ എഴുതി വെച്ചിരുന്നത്. നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ. ഇപ്പൊ പറയുന്നു ഗൂഢാലോചന ഇല്ലെന്ന്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ഇതൊരു ഗൂഢാലോചനയാണ്. ലക്ഷ്മിപ്രിയ തകർക്കാനുള്ള ഗൂഢാലോചന. നിന്നെ തകർക്കാൻ വേണ്ടിയിട്ട് നീ ആര്? ഒരു എവിടെയോ ഏതോ സിനിമയിൽ പോയിട്ട് അവിടെ കൂടി ഇവിടെ കൂടിയും തല കാണിച്ചു പോയി. അതിൻ്റെ പേരിൽ തകർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ. ഇപ്പൊ എന്നെ പോലെ ഒരു തകർക്കാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെയൊക്കെ തകർക്കാൻ നിങ്ങൾ ആരുമായി? പോട്ടെ പറ. എന്തായാലും ഡിഫമേഷൻ എന്തൊക്കെ കൊടുത്തിരിക്കണമെന്നല്ലേ അറിഞ്ഞേ? നന്നായി പറ ചേച്ചി. പക്ഷെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വ്യവസ്ഥയുടെ ഭാഗമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ കുഴപ്പം സിസ്റ്റത്തിനായി. ചേച്ചി നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് കംഫർട്ടബിൾ സോൺ. ഇപ്പൊ കുഴപ്പം സിസ്റ്റത്തിനായി. നല്ലതാ ചേച്ചി, ഇങ്ങനെ ആയിരിക്കണം. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആവണം. ഞാൻ അത് എനിക്കുള്ള ഒരു ആരോപണമായിട്ട് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓഗസ്റ്റ് 15 അധികാരത്തിലേറിയ കമ്മിറ്റിയുടെ ഇന്നലെ മുതലുള്ള ബില്ലുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റും. ഈ സംഘടനയ്ക്ക് ഒരു കാര്യം ചെയ്യും ചേച്ചി, അവിടെ അവിടെ മാറിപ്പോയി നിന്നിട്ടെ നെഞ്ചി കൈവച്ച് കര. അതായിരിക്കും നല്ലത്. കുഴപ്പമില്ല. ഇനി അംഗത്വം പോലും ഇല്ല. സംഘടന അധികാരത്തിൽ നിന്ന് പോയതിന് പുറമെ അംഗത്വം പോലും ഇല്ല. എന്തായാലും അഞ്ചു രൂപ വേണ്ടായിരുന്നു. വേറെ എവിടെ നീ പോയതില്ലേടി? 5 രൂപ പാവും. ഒരാൾക്കും ഏത് കമ്മിറ്റി വന്നാലും അവർക്ക് അങ്ങനെ സാമ്പത്തിക തട്ടിപ്പോ ക്രമക്കേടുകളോ ഒന്നും നടത്താനായിട്ട് പറ്റില്ല. അതില് മാധ്യമങ്ങൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. കാരണം ഇന്നലെ ഞാൻ എഴുതിയ 93 യൂട്യൂബ് വീഡിയോകൾക്കെതിരെയും മലയാള സിനിമയിൽ മുൻപ് പ്രവർത്തിച്ചിരുന്നു എന്ന് അവകാശപ്പെടുന്ന 2 യൂട്യൂബേഴ്സ് മലയാള സിനിമയിൽ ഒരു കാലത്ത് സംവിധായകരെന്നൊക്കെ അവകാശം. നമ്മളെ ശാന്തിയുള്ള ദിനേശേട്ടാണ് ഒന്ന് വേറെ ആരോ ഉണ്ട്, ഞാൻ പേര് മറന്നു. ഓർമ്മ ഇട്ടാണെങ്കിൽ തുപ്പി കാണിക്കാം. 2 യൂട്യൂബേഴ്സിനെതിരെയും ഞാൻ
ഇൻഫോ പാർക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. ഫുൾ പോസ്റ്റ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാണ്ട് നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് ഏത് രീതിയിലാണ് വളച്ചൊടിച്ച് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ ഇത്തരം ഗൂഢാലോചനകൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് പിന്നിൽ ഈ നാട്ടിലെ മെയിൻ മീഡിയാസ് ഞങ്ങളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആണോ ഈ മെയിൻ മീഡിയാസ് ആണ് കുറ്റക്കാരെന്ന്, എന്നാൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ. ചേച്ചിയുടെ ഹസ്ബൻഡാണെങ്കിൽ യൂഷ്യ സൈക്കയുടെ താഴെ പോയി കമന്റ് ഇട്ട് കിടന്ന് മെഴുകണ്, ചേച്ചിയാണെങ്കിൽ മീഡിയയുടെ മുന്നിൽ കിടന്ന് മെഴുകണ്. നിങ്ങളെല്ലാവരും കുടുംബത്തോടെ മെഴുകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കണ അൺസൈക്കറബിൾ ആൻഡ് അൺസ്പൊറക്കബിൾ. നിങ്ങളടക്കമുള്ള മെയിൻ മീഡിയാസ് പോലും നിങ്ങൾ അതിൽ ഉത്തരവാദികളാണ് എന്നത് ഞാൻ പറയുന്നു. ഇത്രയേ ഉള്ളൂ, ഇനി എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ പറഞ്ഞ് നാറണ്ട ചേച്ചി. പോയി മാമിക്ക് മാവാട്ടണ വേലയിൽ പറ, അതായിരിക്കും കുറച്ച് ബെറ്റർ, നല്ലതാ. ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക്. കുറെ കിടന്ന് വരവിയില്ലേ, അത് കുറച്ച് റെസ്റ്റ് എടുക്ക്. ഇനി റെസ്റ്റ് അല്ല, സംഘടനയെ പോലും ഇല്ല. ഇതാണ് കർമ്മ. ആ അൻസിബ എന്ന് പറയുന്ന പാവം പെണ്ണിനെ 3 മണിക്കൂറോളം നിങ്ങളൊക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തി ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നോട്ടീസ് പോലും അയക്കാണ്ട് ആ പെൺകുട്ടി അവിടെ കൊണ്ട് മണിക്കൂറോളം അവിടെ ഇരുത്തി ആ പെൺകുട്ടി അറാസ് ചെയ്തു. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന്, നിങ്ങളുടെ സംഘടനയും നിങ്ങളുടെ സംഘടനയ്ക്കകത്തുള്ളവരും പല പ്രസിഡന്റും എല്ലാം കൂടിയൊക്കെ ഗൂഢാലോചന ചെയ്ത പോലീസുകാരും അടക്കം ആ പെണ്ണിനെ നിങ്ങൾ അറാസ് ചെയ്തു. അതിന്റെ കർമ്മയാണിത്, മനസ്സിലായി? സത്യം ജയിക്കും. നമ്മളെ പോലുള്ള കുറെ പേരുണ്ടേ സത്യം ന്യായം മാത്രം സംസാരിക്കാനായിട്ട്, അല്ലാണ്ട് ഈ മറ്റേ പണത്തിന്റെ ഉങ്കൊള്ളതിന്റെ പിന്നാലെ മൂട് താങ്ങി പോകുന്നവരല്ല. സത്യത്തിന് വേണ്ടിയിട്ടിരിക്കും. സത്യം സത്യമേവ ജയതേ, അത് തന്നെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ. കേട്ടോ? ഇനി അൻസിബ പറ, കേൾക്കാം. പറ അൻസിബേ, എവിടെ? ഇല്ല, ഇത് ബാബുരാജ് പറയുന്നത് കേട്ടിട്ട് അൻസിബ പറഞ്ഞേക്കാം. ഇത്രയും നാൾ ഇവര് ലേഡീസ് കാർഡ് ഇറക്കി കളിക്കായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അങ്ങനെ. അത് പക്ഷെ അത് ഇവിടെ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ആ അൻസിബ എന്ന് പറഞ്ഞ കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവര് തന്നെ രാജിവെച്ചു പോവുകയാണ് ഉണ്ടായത്. അതെ, ആ ട്രഷറർ പറഞ്ഞു ഞാൻ അതിനകത്ത് ഉത്തരവാദിത്തേക്കില്ല. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ കൈയൊഴിഞ്ഞു, വക്കീലുമാർ കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരു കാര്യവും ചെയ്യാതെ 100 പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം 15 ദിവസം കൂടി ഇതാ, 25 ദിവസം കൂടി 45 ദിവസം കൂടി ഇതാന്ന് പറയുമ്പോ എങ്ങനെയാ അത് മുന്നോട്ട് പോവാ? കാരണം ഇത് അല്ലല്ല, അതെല്ലാം എന്റെ കമ്മിറ്റി എന്ന് പറയല്ല, ഞാൻ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നു. എനിക്കൊരു കമ്മിറ്റി ഉണ്ടായിട്ടില്ല. സിദ്ദീഖ് രാജിവെച്ച് പോയ കമ്മിറ്റിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ആണുങ്ങളുടെ കാര്യത്തിലെല്ലാം ഗതാഗുതയായി. മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്ന സംഘടനയായിരുന്നു. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി ഇവന്മാരെല്ലാം രാജിവെക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോയി. എല്ലാം ഇപ്പം അംഗത്തങ്ങൾ മാത്രമായി ആ ഒരു സെറ്റപ്പിലോട്ട് മാറിയപ്പോഴാണ് പെൺഭരണം കയറിയത്. പെൺഭരണം തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ അത് ഭരിക്കാൻ അറിയാവുന്നതിന്റെ കയ്യിൽ കിട്ടണം. അല്ലാത്തിന്റെ കയ്യിൽ കിട്ടിയ ചൊക്കന്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിഞ്ഞാൽ അത് വിച്ച് ചിന്തേറി. അതേ അവസ്ഥയാണ് ഇപ്പൊ കണ്ടത്. ഈ ലക്ഷ്മിപ്രിയ, ശ്വേതാമേനൻ ഇതുപോലത്തെ എണ്ണത്തിന്റെ കയ്യിൽ, പിന്നെ ടിനിറ്റോ ഏത് വെർഷനാണെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെയൊക്കെ കൂടെ ഈ നിന്ന് ഇതൊക്കെ പോലത്തെ കുറെ സാധനങ്ങൾ സംഘടന ഭരിക്കാൻ തുടങ്ങിയതോടെ ആ സംഘടന നശിച്ചു. ഒരു അമ്പലത്തിൽ നിന്നും 1 കോടിയോളം രൂപ വന്നെന്നും അതിൽ 75 ലക്ഷം ഇതിന്റെ സ്പോൺസർഷിപ്പായിട്ട് ബാക്കി 25 ലക്ഷം വേറൊരാൾ മുക്കി എന്നുള്ളൊരു സാധനമുണ്ട്. തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ മോനെ രാജിവെച്ച് പോയാലും രാജിവെക്കാതെ പോയാലും വലിച്ചു കീറി ഒട്ടിക്കും. ഉള്ള കാര്യം പറയാം. 25 ലക്ഷം രൂപ എന്നാത്തിന്? അപ്പൊ 1 കോടി വരെ ആ അമ്പലം അതിലുള്ള ഒരാൾ കൊടുക്കുന്നു. അമ്പലത്തിന്റെ പ്രൊമോഷൻ, സ്പോൺസർഷിപ്പ്. വെരി വെരി റോങ്, സംതിങ് ഫിഷിയേ. വാവ്, അമേസിംഗ്. ശരിയല്ല? ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ബാബുരാജൻ നമ്പർ നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. അതിന്റെ എല്ലാ കണക്കുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ആ കണക്ക് നോക്കിയിരുന്ന അപ്പു എന്ന് പറഞ്ഞവന് ശമ്പളം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ വന്ന് കണക്കും പറഞ്ഞിട്ടില്ല. ഒരാളുമില്ലല്ലോ കുറ്റാരോപിതർ. നിങ്ങൾ ഒരാളെ പറയും, ശ്വേതയ്ക്ക് എന്തും പറയാം. അവരിവിടെ അതിന് മറുപടി നിങ്ങൾ അൻസിബ പറഞ്ഞ എന്താന്ന് കേട്ടാ മതി. അൻസിബ ഈ ലക്ഷ്മിപ്രിയ മറ്റേടുത്ത പരിപാടി കാണിച്ചപ്പോ ഈ പ്രസിഡന്റിന്റെ അടുത്ത് പറഞ്ഞ്, ശ്വേതാമേനോന്റെ അടുത്ത് പറ്റത്തില്ല, നമുക്ക് നമ്മുടെ സംഘടനയിൽ ഇതൊന്നും ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ മാങ്ങ പറയും, ചെളി കുത്ത്, കീര കുത്ത് പറിച്ച് പാവൽ, ഇത് ഇത്രയും നമുക്ക് പരിപാടിയുള്ളൂ. നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. ഇമാതിരി തൊട്ടി വർത്താനം പറഞ്ഞ ടീംസാ. സംഘടന പോലും സംഘടന കോപ്പാണ്, കോപ്പ്. ഇപ്പം സബാഷ്, സന്തോഷമായി. അൻസിബ നിന്നെ കണ്ടിനെ കെട്ടിപ്പിടിച്ചൊരു വന്നാൽ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു.
നീ വേറെ ലെവല് പറ. ട്രഷറർ ഉണ്ണി ശിവനെന്താന്ന് പറഞ്ഞത് നമ്മളോട് പറഞ്ഞ തന്നെ കാര്യങ്ങൾ ഒരാൾക്കും മിണ്ടാനുണ്ടായില്ലല്ലോ. ആ കുട്ടിയുടെ കാര്യം പരാതി കേൾക്കേണ്ട ആരാണ്? ശ്വേതയായിരുന്നു. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഇവിടെ അങ്ങനെ സ്ത്രീകൾക്കാടല്ല വേണ്ടത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും നത്തിങ് ടു ഡു ഇറ്റ്. നമുക്കിവിടെ പറ്റത്തില്ല. അതാണ് ശ്വേതമേനോൻ. നത്തിങ് ടു ഡു ഇറ്റ്. നമുക്കിവിടെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സ്പോൺസർഷിപ്പ് ഒക്കെ വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ മുക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കണം. നമുക്കിവിടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ന്യായമല്ലാത്ത പ്രശ്നമായിരിക്കണം. ന്യായമായിട്ട് നമുക്ക് അൻസിബയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അപ്പോ ജസ്റ്റിസ് ഫോർ അൻസിബടാ. നമുക്കറിയാം, ഓൾറെഡി തന്നെ നമുക്ക് പലതും ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം മുന്നോട്ട്. ഇന്ന് ഞാൻ നോക്കുമ്പോ കുക്കും ശ്വേതയും ഒരൊറ്റ കെട്ട്, ഒരു ബെഞ്ച്, ഒരു കാര്യത്തിൽ ഭയങ്കര ഐക്യം. കപടമല്ല ഇവരെ കാണിക്കുന്നത്. അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നല്ല ആൾക്കാരുടെ കമ്മിറ്റി വന്നിട്ടുണ്ട്. ഈ പുതിയ അഡോ കമ്മിറ്റിയില് രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഗംഭീരമായ കമ്മിറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് ഗണേഷ് കുമാറൊക്കെ ഉണ്ട്. എനിക്കറിയില്ല, വരുമ്പോ പറയും. ഞാനില്ല. നേതൃത്വം വന്ന് ഒരു വർഷം പോലും ആയിട്ടില്ല. അതിന്റെ ഇടയിലാണ് സംഘടന ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും പോയത്. ഇത് അമ്മയെ കൂടുതൽ അല്ലല്ല, നിങ്ങൾക്കറിയാലോ എന്താണ് അവർ പറഞ്ഞു കൂട്ടിയിരുന്നത്. 4 കേസുകളാണ് ഉള്ളത്. ഇതെല്ലാം അമ്മയിൽ ചെയ്തേണ്ട കാര്യമോ? ടീനി ടോമും അൻസിബയും തമ്മിലുള്ള കേസ് ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൈവിടുത്ത് വിരിയിക്കവരെ കൊണ്ട്. അതുകൊണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് നീട്ടിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയില്ല. ഇത് അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതവിടെ ചെയ്തിട്ടില്ല. പ്രശ്നം പറയാൻ പോയ അൻസിബെ ഈ സെറ്റപ്പിൽ പറഞ്ഞു വിട്ട ടീംസാണ്. ഇതിനൊക്കെ ഒരു സംഘടന നടത്താൻ അറിയാമോ? ക്ലാസ്സിൽ നിന്നെയൊക്കെ പിടിച്ചൊരു ലീഡറാക്കി നിനക്കൊക്കെ ഒരു ക്ലാസ് നയിക്കാൻ അറിയാമോ? കോപ്പ് സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് കാണുന്നത്. അഡോ കമ്മിറ്റി ഇപ്പൊ തൽക്കാലം 4 മാസത്തേക്കാണ്. അത് തൽക്കാലം 4 മാസമാണ്. അത് ഇനിയും തുടർന്ന് മുന്നോട്ട് പോകാം അടുത്ത ഇലക്ഷൻ വരെ. അത് അവർ തന്നെ തീരുമാനിക്കും. സംഘടനയിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ദുരൂഹമായിട്ട് നിൽക്കുകയാണെന്നാണോ? കണക്കുകളൊന്നും ഒരു വ്യക്തത. 67 ലക്ഷം രൂപയുടെ കണക്ക് എനിക്ക് തെറ്റി അയച്ചു. ആ 67 ലക്ഷം രൂപയുടെ കണക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ കുടുംബസംഗമം നടത്തി 67 ലക്ഷം രൂപയുടെ ഞാൻ വേണ്ടി ഇതിനകത്ത് കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പൊ സ്ത്രീകളുടെ 67 ലക്ഷം, 1 കോടിയിൽ 75 ലക്ഷം സ്പോൺസർഷിപ്പിൽ വന്ന് 25 ലക്ഷം വേറൊരാൾ മുക്കി. കൊള്ള. ഇതിപ്പോ 67 ലക്ഷത്തിന്റെ ഏത് കണക്ക്? അത് കൺഫ്യൂസ്ഡേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ശരിയല്ലേ? 67 ലക്ഷം രൂപയുടെ കണക്ക് കിട്ടിയിട്ടില്ല. ഇത് ചാർട്ട് അക്കൗണ്ടിൽ അവരൊക്കെ അയച്ചിട്ട് ദൈവത്തിന്റെ ശക്തി കൊണ്ട് എനിക്ക് വന്നതാണ്. ഇവര് തന്നെ തെറ്റി എനിക്ക് അയച്ചു തന്നു. ശരിക്കും ഇത് ഒരു വിജിലൻസ് കേസിലേക്ക് പോകേണ്ട കാര്യമാണോ? അല്ല, ഇപ്പൊ തൽക്കാലം എന്തായാലും നമുക്ക് ഇപ്പൊ ചാർജ് എടുത്തിരിക്കുന്ന ആൾക്കാർ നല്ല വിശ്വാസമാണ്. കാര്യങ്ങൾ ഏബിളായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. നമുക്ക് നോക്കാം. മറ്റു നടപടികളിലേക്ക് പോകേണ്ടതാണോ? അത് കള്ളക്കണക്ക് എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് തന്നെയാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. അതൊക്കെ പുതിയ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട്. അയ്യോ ശതമാനണ്ട നടത്തം നോക്ക്. പാവം പച്ചവെള്ളം ചാച്ചു പിടിക്കണ പിഞ്ചു പിള്ള. അങ്ങനെയൊക്കെ ഒരു പരാമർശം വന്നൊരു ഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ. അത്തരത്തിലുള്ള ഒരു പരാതി പോലും. അല്ല, അതിപ്പോ എല്ലാവരും അവിടെ ആ കുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ സംസാരിച്ചത്. അപ്പൊ നമുക്കത് അവിടെ കണ്ടാൽ അറിയാം കാര്യം. എനിക്ക് അനുകൂലമായ ഒരു നിലപാടാണോ? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളല്ലേ. നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഹൻലാലിലേക്ക് ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ ജനറൽ ബോഡി എന്ത് തീരുമാനിക്കുന്നു അതിന്റെ കൂടെ ഞാൻ നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലല്ല, അതിനേക്കാളും മോശമായില്ല. അതിനു മുമ്പ് ഷെയർ ഇരുന്നപ്പോൾ ഇത്രയും പെൺകുട്ടികളുടെ പ്രശ്നം വന്നത്. നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത് നാറ്റിക്കായിരുന്നില്ല. വാർത്ത കൊടുത്ത് നാറ്റിക്കാൻ മാത്രമൊന്നുമില്ല. നാറേണ്ട സാധനങ്ങളൊക്കെ നാറണം. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇനി അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്നുമോളെ ഫാനായിട്ട് ഒറ്റയ്ക്ക് നീ പൊരുതി. നിനക്ക് സപ്പോർട്ടായിട്ട് ഒരു മനുഷ്യൻ പോലും വരുന്ന ഞാൻ നേരിച്ചോ കണ്ടില്ല. നമ്മളെപ്പോലെയുള്ള കുറേ അമ്മമാരുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ സിനിമ ഫീൽഡിൽ നിന്നൊന്നും അങ്ങനെ ആരും വന്നില്ല നിനക്ക് സപ്പോർട്ടായിട്ട്. നീ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. നീ ഒറ്റയ്ക്ക് നിന്ന് വൺ വുമൺ ഫൈറ്റ് ആയിരുന്നു. നീ ഒറ്റയ്ക്ക് നിന്ന് നീ എല്ലാത്തിനും അഴിച്ചു വീഴ്ത്തി. സെറ്റ്. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. നിനക്ക് പൂർണ്ണമായിട്ട് നീതി കിട്ടിയില്ലെങ്കിൽ നിനക്ക് എവിടേക്ക് നീ എടുത്ത ഇനിഷ്യേറ്റീവിനനുസരിച്ചിട്ട് എന്തൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെയോ നീതി കിട്ടി. കാരണം ഈ സംഘടനയിൽ തലപ്പത്ത് കയറിയിരുന്ന് സംഘടന നശിപ്പിച്ച കുറേ എണ്ണം പുറത്തായി. സംഘടനയിൽ പോലും ഇല്ലാത്ത രീതിയിൽ പുറത്തായെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു സിനിമ പോലും ഇല്ലാത്ത ഇതിനേക്ക് എന്തിനു പിടിച്ച് സംഘടനയെ ഇരുത്തി ഫീൽഡ് ഔട്ട് ആയ കുറേ എണ്ണം സംഘടനയ്ക്കകത്ത്. വേണ്ട അൻസിബ, നീ പൊളിച്ച്. നിന്റെ ഫൈറ്റ് ആയിരുന്നു ജെന്യൂൻ ഫൈറ്റ്. ഞാൻ ഫാനായിപ്പോയി. പറയാൻ എനിക്ക് തോന്നുന്നു 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും
അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡി ആയിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ചു വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോടും ഞാൻ നന്ദി പറയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷെ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത് അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു സമാധാനമുണ്ട് എനിക്ക് ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എനിക്ക് ഈ സംഘടനയിൽ പറയാനുള്ളത് ഈ കമ്മിറ്റി, അതായത് ഇപ്പോ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോവേണ്ടി വന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന സമയത്ത് പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ റിക്വസ്റ്റ് ആണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം, ഒഫീഷ്യലി വിളിക്കണം. വരുന്നതും വരാതിരിക്കുന്നതും അവരുടെ ഇഷ്ടമാണ്. പക്ഷെ മനസ്സുണ്ട നിന്നെയൊക്കെ പോലെ കൊടും വിഷം എന്ന് പറഞ്ഞല്ല. പോയനെയും വരാത്തനെയും പോയനൊക്കെ എല്ലാം വിളിക്കണമെന്നാണ് അവള് പറയുന്നത്. അവളുടെ ക്യാരക്ടർ ബിഗ് ബോസിലെ ഞാൻ മനസ്സിലാക്കിയത് ഒരു ജെന്യൂൻ ക്യാരക്ടറാണ്. അതാണ് എല്ലാം നന്നായിട്ട് പോകണമെന്ന് വിചാരിക്കുമ്പോൾ കുറേ എണ്ണം അതിൻ്റെ അകത്ത് മറ്റേ മാസമാവാൻ വേണ്ടിയിട്ട് ജന്മി രാജാവാൻ വേണ്ടിയിട്ടുള്ള കളി കളിച്ച് എല്ലാ ഊളകളാണ് ഉടായ്പകൾ. ഒഫീഷ്യലി വിളിക്കുക എന്നുള്ളത് അമ്മ എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന നീതിപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അഞ്ചു അത്രയും പറഞ്ഞു. ഇനി നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ ഒരു പോസ്റ്റ് ഞാൻ ഒന്ന് കൊടുക്കാണ്ട്. ഈ സ്വയം പൊക്കാൻ ലക്ഷ്മിപ്രിയ വെരി 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 വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, ലക്ഷ്മിപ്രിയ മംഗലശ്ശേരി നീലകണ്ഠൻ സ്ത്രീ വെർഷൻ കാളി വീട്ടിൽ ലക്ഷ്മിപ്രിയ. മദ്യപാനം ചീട്ടുകളി ഉണ്ടായുസം മദ്യപാക്കാനുള്ള കരിക്ക് വെട്ടി എടുക്കാൻ മാത്രം 5 ഏക്കർ തെങ്ങിൻ തോപ്പ് വാങ്ങിയിട്ടിരിക്കുന്നു. നർത്തകന്മാരെ കൊണ്ട് വരണം, അവരെ നൃത്തം ചെയ്യുമ്പോൾ കളിയാക്കണം, അവർ ചിലങ്ക വലിച്ച് മുഖത്തേക്ക് എറിയണം, 20 ലക്ഷവും 40 ലക്ഷവും ചുമ്മാ പറ്റിക്കണം, എന്നിട്ട് അതിന് തെങ്ങിൻ തോപ്പ് വാങ്ങണം. ആ പുതിയ തോട്ടത്തിൽ വെച്ച് ജീവിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത അവൻ്റെയൊക്കെ അമ്മമാരെ ഉൾപ്പെടെ അപരാധം മാത്രം പറഞ്ഞ് ജീവിക്കുന്ന യൂട്യൂബർമാരെ വിളിച്ച് ഒരു പാർട്ടി കൊടുക്കണം. അതിനേക്കാൾ സ്വന്തമായിട്ട് അപരാധം ചെയ്ത് ജീവിക്കുന്ന നിനക്കൊക്കെ സ്വന്തമായിട്ടൊരു പാർട്ടി വെച്ച് ആഘോഷിക്കൂ. എന്നിട്ട് എൻ്റെ ഗുണ്ടകളെ കൊണ്ട് തല്ലി നടുവൊടിക്കണം. ദാരികന്റെ ശിരസ് പുലർന്ന പോലെ അല്ല മക്കളെ, ജരാട തന്നെ ഒരു കാലിൽ പിടിച്ച് മറ്റേ കാൽ വലിച്ചിട്ട് തല തിരിച്ചിട്ട് ഭീമസേനനെ പോലെ പോയി പണിയെടുത്ത് ജീവിപ്പിക്കും. എൻ്റെ തെങ്ങിൻ തോപ്പിൽ നിനക്കൊക്കെ തൂമ്പയെടുത്ത് കിളയ്ക്കാനും നിർത്തും ഞാൻ. നിന്നെയൊക്കെ പണിയെടുത്ത് തന്നെ ജീവിപ്പിക്കും. ഒരു കാലത്ത് മലയാള സിനിമയിൽ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കിഴവാന്മാരുണ്ട്. നമ്മുടെ ശാന്തിവിള അണ്ണനാണ് കേട്ടോ. നാക്കിന് മാത്രം ആരോഗ്യമുള്ള മുതുവാന്മാർ. നാക്ക് മതിയടി, നിന്നെപ്പോലെയുള്ളതിനൊക്കെ വലിച്ചു കയറാൻ നാക്ക് മതി. ആ നാക്ക് കൊണ്ട് സത്യം വിളമ്പാനുള്ള ചങ്കൂറ്റവും ചങ്കറൊപ്പും ഉണ്ടെങ്കിൽ
അത് മാത്രം മതി. അല്ലാതെ കൈയൂക്കുള്ളവന് മാത്രമല്ല ഇവിടെ ഉള്ളത്, മനസ്സിലായ? നാക്കുകൊണ്ടും മറ്റേ മുകേഷ് മറ്റേ പടത്തിൽ പറഞ്ഞല്ലോ, ആന കുത്താൻ വന്ന നെഞ്ചും പിരിച്ചിരിക്കണം. അല്ലാതെ ഓടാനല്ല ഞാൻ പറഞ്ഞു, ആന കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ച് നിൽക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ആന കുത്തിയിട്ട് പോവും അതൊക്കെ, പക്ഷെ ആ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ മനസ്സിലെ ചങ്കൂറ്റം ധൈര്യം മാത്രം മതി. അതിനിപ്പം മറ്റേ 10 മസിലും ഭയങ്കര ബലിഷ്ഠമായ ശരീരമൊന്നും വേണ്ട. നാക്കിന് നീളം മതി, നാക്ക് കൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് മതി, നാക്ക് കൊണ്ട് സത്യം വിളിച്ച് പറയാനുള്ള കോൺഫിഡൻസ് മതി, കേട്ടാ? അല്ല ഉടായിപ്പല്ല നിന്നെപ്പോലെ. ആളുകളെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പറ്റി എന്ത് അപരാധവും പറയും, അവന്മാർക്ക് പണി കൊടുക്കും. എഴിച്ചു നിൽക്കാൻ ജീവനില്ലല്ലോ, വല്ല ലോട്ടറിയും ഉപ്പ് സോഡയും വിൽക്കട്ടെ. എന്താടി ലോട്ടറിയും ഉപ്പ് സോഡയ്ക്കും കുഴപ്പം? നീലകണ്ഠൻ പറയുന്നത് അല്ല, കാളി വീട്ടിൽ ലക്ഷ്മി പ്രിയാണ് പറയുന്നത്. ഓട്ടോ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇൻഫോർ പാർക്ക് സൈബർ സെൽ വിഭാഗത്തിൽ പരാതി കൊടുക്കുകയും 2 ദിവസത്തിന് ശേഷം സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉമല്ല 93 വീഡിയോകൾ, അവരുടെ ലിങ്കുകൾ, തംബ്നെയിൽ, സ്ക്രീൻഷോട്ടുകൾ ഇവ പെൻഡ്രൈവിൽ കൊടുത്തിട്ടുണ്ട്. വീരവാദം പറയുന്നവർക്ക് ചിലർക്കൊക്കെ വീഡിയോ ഹൈഡ് ചെയ്തും ഓടിയിട്ടുണ്ട്. എന്നാൽ കേരള പോലീസ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണാം. എൻ്റെ പോരാട്ടം ഇവന്മാർ വീഡിയോ ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയാണ്. ഞാനും നിങ്ങളുമൊക്കെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവരെയും പോയി പണിയെടുത്ത് ജീവിക്കട്ടെ. പരദൂഷണം പറയാതെ. ലക്ഷ്മിപ്രിയ പരദൂഷണം അവിടെ ഇരിക്കട്ടെ, ജോലി ചെയ്താൽ ജീവിക്കുന്ന. മറ്റേ സിബിലാലിൻ്റെ പറ്റിച്ച 20 ലക്ഷം ചെക്ക് ബൗൺസ് ആയതൊക്കെ, അതൊക്കെ എന്താണ്? അത് ജോലി ചെയ്ത് ജീവിച്ചാണ്, മനസ്സിലായി? നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ജോലി ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ശരി, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.